കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് സുമിത്ര. പരമ്പര സൂപ്പർ ഹിറ്റായതോടെ മീര വാസുദേവും കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി. അങ്ങനെ ടെലിവിഷൻ രംഗത്തെ മിന്നും താരമായി മാറി മീര വാസുദേവ്. ഇപ്പോഴത്തെ തൻ്റെ ജീവിതത്തിലെ സന്തോഷ വാർത്ത പങ്കുവെക്കുകയാണ് മീര. മീര വാസുദേവൻ വിവാഹിതയായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ മീര തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഛായാഗ്രഹനായ വിപിൻ ആണ് വരൻ. മീര നായികയായ കുടുംബവിളക്കിന്റെ ഛായാഗ്രഹനാണ് വിപിൻ. കഴിഞ്ഞ മാസമായിരുന്നു വളരെ സ്വകാര്യമായ ചടങ്ങിൽ ഇരുവരും വിവാഹിതരാകുന്നത്. ഇന്നായിരുന്നു വിവാഹം രജിസ്റ്റർ ചെയ്തത്. ഇതിന് പിന്നാലെയാണ് വിവാഹത്തിന് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വിവാഹിതയായെന്ന വാർത്ത മീര പങ്കുവെക്കുന്നത്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരായി. മീര വാസുദേവൻ എന്ന ഞാനും വിപിൻ പുതിയംഗവും 21/4/2024 കോയമ്പത്തൂരിൽ വെച്ച് വിവാഹിതരായി. ഇന്ന് ദമ്പതിമാരായി. ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. വിപിനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താം. പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് അദ്ദേഹം. രാജ്യാന്തര പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഛായാഗ്രഹനാണ്. വിപിനും ഞാനും 2019 മുതൽ ഒരു പ്രൊജക്റ്റിൽ തന്നെ വർക്ക് ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞൊരു വർഷമാണ് അടുപ്പത്തിലായത്. ഒടുവിൽ ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അടുത്ത കുടുംബാംഗങ്ങളും 2-3 സുഹൃത്തുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. എൻ്റെ പ്രൊഫഷണൽ യാത്രയിലുടനീളം പിന്തുണയായി കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അഭ്യുതകാംക്ഷികളോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും മീഡിയയോടും ഈ സന്തോഷ വാർത്ത പങ്കുവെക്കുന്നു. അതേ സ്നേഹവും പിന്തുണയും എൻ്റെ ഭർത്താവിനും ഉണ്ടാകണം. സ്നേഹത്തോടെ മീര വാസുദേവും വിപിൻ പുതിയംഗവും എന്ന് പറഞ്ഞാണ് മീര കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. മീരയുടെ 3ാമത്തെ വിവാഹമാണിത്. വിശാൽ അർവാൾ ആണ് മീരയുടെ ആദ്യ ഭർത്താവ്. ഈ ബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് 2012 മീര നടൻ ജോൺ കൊക്കനെ വിവാഹം കഴിക്കുന്നത്. ഇരുവർക്കും ഒരു മകനുണ്ട്. എന്നാൽ 2016 ഇരുവരും വിവാഹമോചിതരാവുകയായിരുന്നു. സീരിയൽ എന്നതുപോലെ തന്നെ സിനിമയിലും സജീവമാണ് മീര. ഗെറ്റ് സെറ്റ് ബേബി, കൃതി, ബീരെ, ICU തുടങ്ങിയ സിനിമകൾ മീരയുടേതായി അണിയറയിലുണ്ട്. മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും മീര സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അതേസമയം നിരവധി പേരാണ് ആശംസകളുമായി എത്തുന്നത്. മീരയ്ക്കൊപ്പം അഭിനയിക്കുന്നവരും താരങ്ങളും ആശംസകളുമായി എത്തിയിട്ടുമുണ്ട്.